PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ PYQ സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ട് 030/2023 നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിലെ കോഡ് എയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഡ് എയിൽ 52ാമത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 9 - 8 - 8 - 6 × 2 ÷ 4. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ മിനിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയാശൃംഖല നിയമം അനുസരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാറ്റേൺ വന്നിട്ട് ഇതാണ്. നമ്മളൊരു സൈഡിലായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഓർഡറിൽ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവൈഡ് ചെയ്യുക, അത് കഴിഞ്ഞ് മൈനസ് ചെയ്യുക, അത് കഴിഞ്ഞ് അഡീഷൻ. അപ്പോൾ ഈ ഒരു 4 ചിഹ്നത്തിൻ്റെ ഓർഡർ ഫസ്റ്റ് ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കി വെക്കുക. ക്രിയാശൃംഖല നിയമം അനുസരിച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് നമ്മുടെ മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിക്കാതെ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു നിയമം അനുസരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് 9 - അത് അതുപോലെ എടുത്തെഴുതുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. 8 - ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഏതാണ് ഇൻറ്റു വെച്ചിട്ടുള്ളത് ചെയ്യുക ബ്രാക്കറ്റിനകത്തുള്ളത്. അപ്പം 8 - 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. 12 ÷ 4. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9 - ഫസ്റ്റ് നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതെല്ലാം സൊല്യൂഷൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് പുറത്തുമായിട്ട് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 8 - അതുപോലെ എഴുതുന്നു. 8 - പിന്നെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന മാക്സിമം നമ്മൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം പുറത്തുമായിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 8 - 12 ആണ്. നോക്ക്, 8 - 12 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എഴുതുക. 12ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 4, വലുതിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അപ്പോൾ -4 എന്ന് കിട്ടി. ഓക്കെ, -4 ÷ 4. അടുത്ത് നമ്മൾ 9 - സ്ക്വയർ ബ്രാക്കറ്റ് 8. ഇവിടെ ഈ മൈനസും കൂടെ ചേർന്ന് എന്താകും? പ്ലസ് ആകും. +4 ആകും. മൈനസ് ഇൻറ്റു മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് പ്ലസ് ആകും. +4 ÷ 4. 9 - സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള 8 അവിടെ ഇട്ടിട്ട് ആദ്യം നമ്മൾ ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്. 4 ÷ 4 എന്ന് പറയുന്നത് 1 ആണ്. 9 - 9 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ് ആൻസർ. കണ്ടോ, ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.